നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്. ഇന്നത്തെ നമ്മുടെ സെഷനിൽ മെയിൻ ടോപ്പിക് ഇസ് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാം. കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം അതൊരു ചെറിയ വീഡിയോയിൽ തീർക്കേണ്ട കാര്യമല്ല, പക്ഷെ നമുക്കൊന്ന് അതിനെപ്പറ്റി ഒരു ഡിസ്കസ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, അല്ലെ? ചിലവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനും പേടി, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ അവർക്കൊരു തീരെ കോൺഫിഡൻസ് ഇല്ല. അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര വലിയ പുലികളായിരിക്കാം, പുറത്തിറങ്ങി അവർ ഭയങ്കര പാവത്താന്മാരാണ്, അവർക്ക് എല്ലാത്തിനോടും ഭയം, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവ് നല്ലോണം അവരെ ബാധിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളെല്ലാവരും ഫേസ് ചെയ്യണ ഒരു പ്രശ്നമാണ് ഈ കോൺഫിഡൻസ് ലെവൽ. ഓരോ രീതിയിലും കയറിയും ഇറങ്ങി ഇരിക്കുന്ന മാത്രം ഓരോ ആൾക്കാരുടെ. അത് നമ്മൾ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പരിഹാരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ട് അതിന്റെ കാരണം എന്തുകൊണ്ടിട്ടാണ് എനിക്കൊരു കാര്യം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കണം. വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു രണ്ട് കാര്യം ഇന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്ന് എന്താന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടിരിക്കുക. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി അത് എന്തിനു ചെയ്യണം, അതിൻ്റെ ഔട്ട്കം എന്താണ്, അതുകൊണ്ടിട്ട് എനിക്കുണ്ടാവുന്ന നേട്ടം എന്താണ്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം, ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, എൻ്റെ ജോലിയുടെ കാര്യമാണെങ്കിൽ പോലും ആ ജോലി ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് കുറവ്, ഒരാളോട് ഒന്ന് മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറയുമ്പോൾ ഒരു എന്താ അതിനെപ്പറ്റി വരുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ്. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടൊരു ധാരണയില്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി കുറവ് വരും. നമ്മൾ പറയാറുണ്ട്, കോൺഫിഡൻസ് വിതൗട്ട് ക്ലാരിറ്റി ഇസ് ഡിസാസ്റ്റർ എന്ന് പറയും. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി യാതൊരു ധാരണയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, പേടിയില്ലായ്മയുണ്ട്. എവിടെയും ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരാൾക്ക് സംസാരിക്കാൻ പേടിയില്ല, പക്ഷെ ഒരു കാര്യങ്ങളെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവർ വായി തോന്നിയത് മുഴുവനും അവിടെ വിളിച്ചു പറയും. കാരണം പേടിയില്ല അവർക്ക്. അവർ പറയണ കാര്യം ശരിയാണോ, അവർ പറയണ കാര്യങ്ങൾ വേണ്ട ടോപ്പിക്കാണോ, അവിടെ അത് വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കേണ്ടതാണോ, ഒന്നും അവരതിനെപ്പറ്റി ചിന്തിക്കുമല്ലോ. കാരണം അവർക്ക് ഭയങ്കര കോൺഫിഡൻ്റാ, പക്ഷെ ക്ലാരിറ്റി ഇല്ല. അപ്പൊ ക്ലാരിറ്റിയാണ് ബേസ്. ഏതൊരു കാര്യം ചെയ്യണ്ടെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. അതായത് ഏതൊരു കാര്യവും നമ്മളൊരു കാര്യം കാണുന്നത് അതായിട്ട് തന്നെ കാണുക, അല്ലാണ്ട് എൻ്റെ മനസ്സിൽ അതിനെ പറ്റിയുള്ള ഒരു ധാരണയല്ല ഞാൻ കാണേണ്ടത്. ഞാനൊരു കാര്യം കാണുമ്പോൾ സീ ഇറ്റ് ആസ് ഇറ്റ് ഇസ്, നോട്ട് ലൈക്ക് ഹൗ ഐ ഇമാജിൻ അബൌട്ട് ഇറ്റ്. ഞാൻ ഇമാജിൻ ചെയ്തെടുക്കണ പോലെയല്ല ഞാനൊരു സാധനം കാണേണ്ടത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ എന്നെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നമ്മുടെ ഉള്ളിലൊരു കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അതിന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ. അതിന് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തേ പറ്റൂ. അതൊരു ഒരു റിലേഷൻ, നമ്മുടെ ഉള്ളിലെ നമ്മളായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ എന്ത് കാര്യം ചെയ്യണേലും എനിക്ക് കൃത്യമായ എല്ലാത്തിനും എനിക്ക് എൻ്റെതായ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഒരു കാര്യം ചെയ്യണേലും, ഞാൻ ഇന്നൊരു കോഴ്സ് തിരഞ്ഞെടുക്കണ്ടെങ്കിലും, ഞാനൊരു പഠിക്കാൻ ഇന്ന ഫീൽഡ് മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലി കയറി, ഞാൻ പുറത്തേക്ക് പോകാൻ പോകണു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് കയറി ഇവിടെ സംസാരിക്കാൻ ഞാൻ സ്റ്റേജിൽ കയറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കാൻ നിൽക്കുന്നു, എല്ലാത്തിനും എൻ്റെ ഉള്ളിൽ കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. ഞാൻ എന്താ സംസാരിക്കാൻ പോകണം, ഞാൻ എന്തിനാ സംസാരിക്കാൻ പോകണം, അതിൻ്റെ ഗുണം എന്താ, ആർക്കെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ, എനിക്കതിനോട് ബെനിഫിറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഉണ്ടാവണം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൺഫ്യൂഷൻസും ഫ്രസ്ട്രേഷൻസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ എല്ലാ കാര്യവും അതിൻ്റെതായ രീതിയിൽ പക്കയായിട്ട് പൊക്കോളുന്നില്ല. അപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ മാത്രമാണ്. നമ്മൾ ഒരിക്കലും വേറൊരാളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലെ ഒരു കൃത്യ ധാരണ ഉണ്ടാവണം, കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം, ക്ലിയർ കട്ട് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, നമുക്കിപ്പോ ഒരു ഉപമിക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മളൊരു എന്താ പറയാ, ഒരു ഗാർഡനകത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യണം. ഇടയ്ക്ക് പ്രൂൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് പോലെ വളർന്ന് പിടിച്ച് എവിടേക്കാന്നില്ലാണ്ട് ഇങ്ങനെ വളർന്ന് പോവാണ്ടിരിക്കാനാണ്. നമുക്ക്
ആ എല്ലാം ക്ലിയർ ആയിട്ടും ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ നമ്മുടെ ഉള്ളിലും പല രീതിയിൽ ചിന്തകളും പല രീതിയിൽ ഡൈവേർട്ട് ചെയ്തൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്തണ പോലെയാണ് ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്ന കാര്യത്തിൽ. അപ്പൊ നമ്മളൊരു ലോങ് ജേർണിയിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രേക്ക് ഔട്ടണ പോലെയാണ് നമുക്കൊരു കാരണം നമ്മൾ എത്തേണ്ടടുത്ത് എത്തൂല ആ സമയത്തിന്. നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് എത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് കൃത്യമായിട്ട് എത്താനായിട്ട് നമുക്ക് പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ്. കാരണം നമുക്ക് കൃത്യമായൊരു ധാരണയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറിയും മറിഞ്ഞും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ അതിൻ്റെതായ രീതിയിൽ തന്നെ മനസ്സിലാക്കാനും കാണാനും നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് അതാണ് നമ്മൾ ക്ലാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കണ്ണടച്ചിരുന്നാൽ പോലും നമ്മുടെ മുമ്പിൽ എന്താണോ വരേണ്ടത്, എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, അതിനെപ്പറ്റി കൃത്യമായ നമുക്ക് കാണാൻ പറ്റണം. അപ്പൊ അവിടെ യാതൊരു കൺഫ്യൂഷൻ ആരെന്ത് പറഞ്ഞാലും അതിനകത്ത് മാറ്റങ്ങൾ വരാനായിട്ട് ഉണ്ടാവില്ല. അപ്പൊ അതിന് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസോസിയേഷനും കൂടെ അതിനെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിത കാഴ്ചപ്പാടിനെ ഒക്കെ കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയും കൾട്ടിവേറ്റ് ക്ലാരിറ്റി എന്ന് പറയും. ദോസ് ഹു ഹെൽപ്പ് യു ടു കൾട്ടിവേറ്റ് ദ ക്ലാരിറ്റി ഇൻ യു. അതായത് അതിനെ ഉണ്ടാക്കിയെടുക്കാൻ, ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടുകെട്ട്, അല്ലെങ്കിൽ അവരായിരിക്കണം നമ്മളെ സറൗണ്ട് ചെയ്ത് നിൽക്കേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആരുടെ അസോസിയേഷനാണ്, നമ്മൾ ആരായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് നമ്മളിൽ ഇൻഫ്ലുവൻസ് ചെയ്യണത്. അപ്പൊ എന്താണോ നമ്മൾ ഓരോ കാര്യം നമ്മൾ കാണുന്നത് അതേ രീതി കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലെ നമ്മളെ കൃത്യമായിട്ട് രീതിയിൽ നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ഉള്ളിലെ നമ്മളെയും കൃത്യമായിട്ട് കാണാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായൊരു ക്ലാരിറ്റി വരും. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ലെവല് വളരെ നല്ല രീതിയിൽ ഉയരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്താ ചെയ്യണേ, എന്തിനാ ചെയ്യണേ, എങ്ങോട്ടാ പോണേ എന്നുള്ളൊരു ധാരണ ഇല്ലെങ്കിൽ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അവർ ഒരു കാര്യത്തിൽ അവർക്കൊരു എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാലും അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. പിന്നെ വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവർക്ക് കുറെ നെഗറ്റീവ് സ്ട്രോക്സ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. നെഗറ്റീവ് സ്ട്രോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു അവരുടെ ഒരു അനുഭവം പലപ്പോഴും ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കാം, ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നായിരിക്കാം. അവരുടെ നല്ലതാണെന്ന് അവർ ഉദ്ദേശിച്ചിരുന്നതോ, അല്ലെങ്കിൽ അവരുടെ ഓരോ ആക്ഷനിലോ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തിയോ, അവരുടെ ഒരു അച്ചീവ്മെന്റിനെയോ വളരെയധികം മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യോ തല്ലിക്കെടുത്തുന്ന പോലെ അവരുടെ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, അത് ഇന്നൊരു വളരെ വളരെ കോമൺ ആയിട്ട് കാണുന്നത് വെറുതെ ക്രിട്ടിസൈസ് ചെയ്യുക, കളിയാക്കുക. ഒരു തമാശ എന്ത് പറഞ്ഞിട്ടും പറയാം, തമാശക്ക് പറഞ്ഞ് തമാശയായിട്ട് എടുത്തൂടെ. പക്ഷെ തമാശയായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കറിയാം 15 വയസ്സിൽ താഴെയുള്ള ചില കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ഇങ്ങനത്തെ ഒരു ഇൻസൾട്ടിങ്ങോ അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയോ, ആൾക്കാരുടെ മുമ്പിൽ ഒരു ചിരിക്കാൻ വേണ്ടി, എല്ലാരെയും ഒരു ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തമാശയൊക്കെ എത്രയോ ആൾക്കാരുടെ ഉള്ളിൽ അത് തട്ടി അവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ അവരെ ഒരു അടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിൽ ഡിപ്രഷൻസിലേക്ക് കൊണ്ടുപോയിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ചിലപ്പോൾ ചില അനുഭവങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വല്ലാണ്ട് ഒരിക്കലും അവന് പിന്നെ ജീവിതത്തിൽ ഒരടി മുമ്പോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിൽ അവനെ തളർത്തിയിട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ഒന്നിനും കോൺഫിഡന്റ് ഉണ്ടാവില്ല. ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്നെ കളിയാക്കോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവോ, അത് എന്നേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാനത് ചെയ്യുമ്പോഴത്തേക്കും അത് അവരെക്കാളും മോശമാവോ. ഇങ്ങനെയുള്ള പല ചിന്തകളും അവരെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കണ രീതിയിൽ ഒരു കാര്യം അവരുടെ ലൈഫിൽ കഷ്ടമാണ്. അങ്ങനത്തെ കുട്ടികൾ നമ്മൾ കണ്ടിട്ട് ഒന്നിനും അവർക്ക് കോൺഫിഡൻസ് ഇല്ല, ഒരു കാര്യം ചെയ്യുന്നതിൽ കോൺഫിഡൻസ് ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. എലിമിനേറ്റ് ദോസ് പീപ്പിൾ ഹു ആർ ഓൾവേസ് പുട്ടിങ് യു ഡൗൺ. നമ്മളെപ്പോഴും അടിച്ചു താത്തുന്ന ആൾക്കാരെ മാറ്റി നിർത്തുക. എന്തിനാ? ആ ഒരു അസോസിയേഷൻ ഒരിക്കലും നമ്മുടെ വളർച്ചയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യണതായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സിറ്റുവേഷൻ, കഴിയുന്നതും അങ്ങനത്തെ ടോക്സിലേക്ക് പോകാണ്ടിരിക്കുക, കഴിയുന്നതും അങ്ങനത്തെ സിറ്റുവേഷൻ വന്ന് ഒന്നില്ലെങ്കിൽ കേൾക്കാണ്ടിരിക്കുക. ഇനി ചില സമയത്ത് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക. എന്ത് പറഞ്ഞാലും എന്നെ അത് ബാധിക്കാൻ പോകണില്ല, ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ മീ, അത് ഞാൻ ചെവി കൊട്ടി അടച്ചു, ഞാനത് കേൾക്കാൻ പോകുന്നില്ല. ആ രീതിയിലാണെങ്കിൽ നമ്മളിത് ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം ഇന്നത്തെ ഒരു സമൂഹം അതെ നമ്മളിപ്പോ കണ്ടിട്ടില്ലേ, ഓരോരുത്തരും
ഒരാളെ കളിയാക്കി ചിരിച്ച് അവനെ നാലാളുടെ മുമ്പിൽ ഒന്ന് താത്തി കാണിച്ച ഭയങ്കര സന്തോഷമാണ്. എനിക്കറിയില്ല അവരെന്ത് സന്തോഷം അതിൽ നിന്ന് കിട്ടണം. നേരെ മറിച്ച് തിരിച്ച് അവരോടത് കാണിച്ചാൽ അവർ ഭയങ്കര റേസ്ഡ് ആയി പോകും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ താമസിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ എന്താ പറയുക, കോൺഫിഡൻസ് ലെവൽ കുറയാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ അങ്ങനെ നെഗറ്റീവ് സ്ട്രോക്സ് കിട്ടിയ ആൾക്കാരുണ്ടാവും. അവർക്ക് അവരുടെ ലൈഫിൽ ഈ കോൺഫിഡൻസ് ലെവൽ വല്ലാത്ത രീതിയിൽ പുറകോട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കോൺഫിഡൻസ് ഇല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുക, നമ്മൾ ആ സമയത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്തേക്കുന്ന നെഗറ്റീവ് പീപ്പിൾ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു അസോസിയേഷനിലായിരിക്കാം നമ്മൾ ഈ ഒരു നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴത്തേക്ക് പോകണം. അപ്പൊ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള നല്ല വീഡിയോസ്, നല്ല ടോക്സ്, നല്ല നല്ല സ്പീച്ചസ് നമ്മുടെ ലൈഫിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യാനോ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാനോ നമ്മുടെ ഓരോ എന്താ പറയാ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനോ നമ്മുടെ ചെറിയ ചെറിയ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനോ പറ്റുന്ന ആൾക്കാരും വീഡിയോസും സ്പീച്ചുകളും ഒക്കെ നമ്മുടെ ഒരു എന്താ പറയുക വളമായിട്ട് നമ്മുടെ കൂടെ വേണം. ലൈഫിൽ സക്സസ് ആവണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും എങ്ങനെയൊക്കെ ജീവിച്ചു തീർത്തു എന്ന് പറയാം. നമ്മൾ തമാശയ്ക്ക് പറയും 25 വയസ്സിൽ തന്നെ മരിച്ചുപോയ ആൾക്കാരുണ്ട്, പക്ഷെ കുഴിച്ചിട്ടുള്ളത് 60-70 വയസ്സിലാന്ന് പറയും. കാരണം എന്നോ അവർ ചത്തുപോയി, അവരുടെ മനസ്സ് ചത്തു, അവരുടെ ജീവിതം ചത്ത് ജീവിക്കുകയാണ് അവർക്ക് ഒരു രീതിയിലും അവർക്ക് മുമ്പോട്ട് പോകാൻ ലൈഫിൽ ഒന്നുമില്ല. എന്തിനു പോകണം, എന്തിനു ജോലിക്ക് പോകണം, എന്തിനാണ് ഒരു കുടുംബം, എന്തിനിങ്ങനെ ജീവിക്കണം, അങ്ങനെയുള്ള കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ നമ്മളെ കഴിയുന്നതും ആ ഒരു അസോസിയേഷൻ നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും മാറ്റിവെക്കണം. നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ നല്ലത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആണ് നമ്മൾ ചെയ്യണ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അതേപോലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് ചെറിയ ചെറിയ നന്മകളെ കണ്ട് അഭിനന്ദിക്കുക. ഒരാളെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്ത മാനൊടിഞ്ഞ് വീഴണ പോലത്തെ ചില ആൾക്കാരുണ്ട്. എന്ത് നല്ലത് ചെയ്താലും ഒരു വാക്ക് അവരെ അപ്രിഷിയേറ്റ് ചെയ്യില്ല. അങ്ങനത്തെ ആളുകൾ നമ്മൾ ആ നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ കുട്ടികളിലാണെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഒരു നല്ല കാര്യം കണ്ട ഇറ്റ് ഇസ് നൈസ്, നല്ല നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് മോൻ പാടിയിട്ടോ, മോൻ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ, നമ്മളൊന്ന് അവരെ അപ്രിഷിയേറ്റ് ചെയ്താൽ എത്ര മടങ്ങാന്ന് പറയും അവരുടെ ആ ഉള്ളിലുള്ള കോൺഫിഡൻസ് കൂടുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ആവണം. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നമ്മളത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. കാരണം നമ്മുടെ ഉള്ളിലുള്ള ക്ലാരിറ്റി എന്ന് പറയുന്നത് നമ്മളോട് തന്നെ നമ്മുടെ ഉള്ളിലെ നമ്മളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഉള്ളിലെ നമ്മുടെ ചെറിയ ചെറിയ കഴിവുകൾ ഇതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആ കഴിവുകളെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്താ പറയുക ഓരോ പ്രവർത്തികളും അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം കിട്ടിയാൽ അത് യൂട്ടിലൈസ് ചെയ്യുക. അത് നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ആരും നമ്മളെക്കാൾ വലുതുമല്ല, ആരും നമ്മളെക്കാൾ ചെറുതുമല്ല, എല്ലാവരും ഈക്വലാ. എന്നേക്കാൾ ഒരു കൊമ്പ് കൂടുതലും അപ്പുറത്തുള്ള ആൾക്കോ അല്ലെങ്കിൽ അയാൾ എന്നേക്കാളും വലിയ ആൾ അങ്ങനെയൊന്നുമില്ല. അവരുടെ മുമ്പിൽ നമ്മളും അവരൊക്കെ ഒന്ന് തന്നെയാ. നമ്മൾ എന്തിനാ നമ്മളെ കുറച്ച് കാണിക്കണ വേറൊരാളുടെ മുമ്പിൽ? നമ്മുടെ ഉള്ളിലെ കഴിവ് എന്തിനാ നമ്മളത് കാണാണ്ടിരിക്കണേ? നമുക്ക് വലിയ വലിയ ലെവലിലേക്ക് എത്താനുള്ള കഴിവുകൾ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ തെറ്റുകൾ എല്ലാവർക്കും പറ്റും. പക്ഷെ ആ തെറ്റുകൾ നമ്മൾ തിരുത്തി നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. പിന്നെ ഏത് ഈശ്വരന്മാരെ നമ്മൾ പൂർണ്ണ വിശ്വാസമായിട്ട് മുമ്പോട്ട് പോയാലും സ്വയം നമ്മളിലൊരു വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ലൈഫിൽ നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിലൊരു വിശ്വാസം ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ചില സമയത്ത് നമുക്ക് വളരെ ഡൗൺ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടവര് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ ഉണ്ടായ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ കഴിവുകൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ എന്താ പറയുക കോൺഫിഡൻസ് താഴത്തേക്ക് പോകണോ അല്ലെങ്കിൽ അത് ചോർന്നു പോണ സമയത്ത് ആ ഒരു ജീവിതത്തിൽ തളർന്നു പോണ ചില സമയങ്ങളിൽ അത് എടുത്തൊന്ന് വായിച്ചു നോക്കുന്ന, ആ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് ഭയങ്കര കൂടുതലാണ്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നില്ല, നമ്മളൊക്കെ അച്ചീവ്മെന്റ് കിട്ടിയ ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കുക, നമ്മൾ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മൾ തന്നെയുള്ളൂ നമ്മളെ ബൂസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാൻ, അല്ലെ? ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒറ്റയ്ക്കായ ആഞ്ഞു തുഴയണം എന്നാ പറയാം. ആഞ്ഞു തുഴയണം ഒറ്റയ്ക്കായ. കാരണം മുങ്ങിത്താഴരുതെന്ന് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ഉദ്ദേശം, മുങ്ങിത്താഴരുത്. ആഞ്ഞു തുഴഞ്ഞു മുമ്പോട്ട് പോണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അല്ലാണ്ട് നമുക്ക് വേറൊരാൾക്കും നമ്മുടെ പുറത്തുനിന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ലൈഫ് നമ്മൾ എങ്ങനെയാ കാണണേന്ന് വെച്ചാൽ, എത്രത്തോളം നന്നായിട്ടാണോ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ലൈഫിനെ പറ്റിയുള്ളത്, ആ രീതിയിലേ നമുക്ക് നമ്മുടെ ലൈഫിനെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു വെളിച്ചം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഷൈൻ ചെയ്ത് നിൽക്കുന്ന വെളിച്ചം നമ്മുടെ മുമ്പിലുള്ള ഒരാള് കണ്ണുപൊട്ടനാണെങ്കിലോ അന്ധനാണെങ്കിലോ അവർക്ക് വേണ്ടി നമ്മുടെ ഈ വെളിച്ചം കുറച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് കാണാൻ പറ്റണില്ല. അവർക്ക് നന്മ കാണാൻ പറ്റണില്ല, കഴിവ് കാണാൻ പറ്റണില്ല. കളിയാക്കാൻ മാത്രമേ അറിയുള്ളൂ, ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, ചവിട്ടിത്താത്താനേ അറിയുള്ളൂ. അവന് വേണ്ടി എന്റെ 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 കഴിവുകളും എന്റെ ഈ ഞാൻ എന്താ പറയാ ഞാൻ ഷൈൻ ചെയ്ത് നിൽക്കുന്നതും വേണ്ടാന്ന് വെക്കണോ? അല്ലെങ്കിൽ അത് നമ്മൾ കുറച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലെ വോയിസ് പലപ്പോഴും കേൾക്കണില്ല. പുറത്തുള്ള ആൾക്കാരുടെ വോയിസിനകത്ത് നമ്മുടെ ഉള്ളിലെ വോയിസ് നമ്മൾ കേൾക്കണില്ല. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഒരു പവർ. ആ പവറാണ് നമ്മളെ മുമ്പോട്ട് നയിക്കാനായിട്ട് അപ്പൊ ഏതൊരു കാര്യവും അതിൻ്റെതായ രീതിയിൽ കാണാൻ പഠിക്കുക. അല്ലാണ്ട് നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ഉള്ളിലുള്ള ധാരണ വെച്ചിട്ട് അതിനെ കാണേണ്ട യാതൊരു ആവശ്യമില്ല. ഏതൊരു കാര്യം അതായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ ലൈഫിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോ മോട്ടിവേഷൻ, പല ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവാം. പക്ഷെ ഈ മോട്ടിവേഷൻ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു ആക്ഷൻ വന്നാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ നമുക്ക്, അല്ലെ? നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവുക ആക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ. കാരണം ആക്ഷൻ ഇല്ലായ്മ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും, പേടി ഉണ്ടാക്കാം, ഡൗട്ട് ഉണ്ടാക്കാം. അപ്പൊ ഈ കൺഫ്യൂഷനും പേടിയും ഡൗട്ടും ഒക്കെ നമ്മൾക്ക് ആക്ഷൻ ഇല്ലെങ്കിൽ വരും. ആക്ഷൻ ഇട്ട് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ പേടി ഓവർകം ചെയ്യണേ, കൺഫ്യൂഷൻസ് മാറിക്കിട്ടണേ, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂടി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്താ പറയുക, വെൽ ഡൺ ഇസ് ബെറ്റർ ദൻ വെൽ സെഡ് എന്ന് പറയും. അതായത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് ഒരു റിസൾട്ട് നമുക്ക് വന്നു തുടങ്ങുക. അപ്പൊ ഏതൊക്കെ വേർഡ്സ് ആരുടെയൊക്കെ ഇൻസ്പയർ ചെയ്താലും ഒരു ആക്ഷൻ ഇടുമ്പോൾ മാത്രമാണ് അവിടെ ഒരു മാറ്റം വന്നു തുടങ്ങുക. അപ്പൊ നമ്മളുടെ അടുത്ത് തന്നെ നമ്മൾ ഒരു സിൻസിയർ ആവുക. നമ്മുടെ ഉള്ളിലെ നമ്മളോട് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മുടെ ഓരോ നന്മയും നമ്മൾ കണ്ടുപിടിക്കുക. നമ്മുടെ ചെറിയ ചെറിയ കഴിവുകൾ നമ്മൾ കണ്ടുപിടിക്കുക. എന്താ പറയുക, അത് ആ കഴിവിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അസോസിയേഷന്റെ കൂടെ നമ്മൾ മൂവ് ചെയ്യാനായിട്ട്, ലൈഫിൽ മുമ്പോട്ട് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒരു ബെസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് ഏറ്റവും ബെസ്റ്റ് ഔട്ട്ലെറ്റ് ഔട്ട്ഫിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കോൺഫിഡൻസ് ആണ്. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ, നമ്മളിപ്പോ ഒരു പൂക്കളെയൊക്കെ കണ്ടിട്ടില്ലേ? ഒരു പൂവും അടുത്ത പൂവിനെ പോലെ ആവണമെന്ന് കമ്പീറ്റ് ചെയ്യാറില്ല. ഓരോ പൂവും ഇറ്റ് ബ്ലൂംസ് ടു ഇറ്റ്സ് ബെസ്റ്റ്. ഏറ്റവും നല്ല രീതിയിൽ അത് ബ്ലൂം ചെയ്യും എന്നുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളത് ബ്ലൂം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരാളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളുടെ എന്താ പറയാ, നമ്മുടെ വാല്യൂ നമ്മൾക്ക് തന്നെ അറിയുള്ളൂ. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അല്ലാണ്ട് പുറത്തല്ല നമ്മുടെ വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ അറിയില്ലേ, ഇപ്പൊ എല്ലാം സെൽഫാണ് പറയണത്. എന്താ? സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ്, എല്ലാം സെൽഫാണ്. ഇതിന്റെ ഉള്ളിൽ നിന്നേ നമുക്ക് നമ്മുടെ ഓരോ കഴിവിനെയും പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അത്ര കോൺഫിഡന്റ് ആയിട്ട് വേണം നമ്മൾ പോകാൻ. ഒരു തമാശയ്ക്ക് ഒരു ഇത് പറയും, അതായത് കുത്താൻ വരുമ്പോഴും പാത്തും പതുങ്ങി അല്ലാണ്ട് മൂളിപ്പാട്ടും പാടി വരുന്ന ഒരു കൊതുകിന്റെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് കുത്താൻ വരണതാ, പക്ഷെ ഒളിച്ചും പാത്തുമാണോ വരണേ? അല്ല. അപ്പൊ മൂളിപ്പാട്ടും പാടി നമ്മുടെ മുമ്പിൽ കൂടെ വന്ന് നമ്മളെ കുത്തിക്കൊണ്ടുപോകണം. തമാശയ്ക്ക് പറയുന്ന ഒരു ഇതാണ്. അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളിൽ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയേക്കുന്ന ഒരു ഇമേജിന്റെ ഉള്ളിലേക്ക് നമ്മളെ കുത്തിത്തിരികി നമ്മളെ ചെറുതാക്കി കൊണ്ടു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളായിട്ട് തന്നെ ജീവിക്കുക. നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് നമ്മുടെ കഴിവുകളെ നമ്മൾ ആരും പുറത്തുനിന്ന് ഒരാളും നമ്മുടെ ലൈഫ് എന്താ പറയുക, നമ്മുടെ ലൈഫിനെ നമ്മുടെ ഉള്ളിലെ തീയോ
കെടുത്താനായിട്ടുള്ളൊരു അവസരം നമ്മൾ കൊടുക്കരുത്. കാരണം നമ്മുടെ ഉള്ളിൽ അത്രയും പവർ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ അത്രയും എന്താ പറയുക എനർജി ഉണ്ട്, നമ്മുടെ ഉള്ളിൽ അത്രയും പൊട്ടൻഷ്യൽ ആണ്. പക്ഷെ നമ്മളതൊന്നും ആക്ഷൻ ഇട്ട് നോക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയോ എന്തോ കേട്ട് നമ്മൾ ഇതിനെയൊക്കെ ഒളിച്ച് ഉള്ളിൽ വെച്ചേക്കുക. ആക്ഷൻ ഇട്ടാൽ മാത്രമേ ഇതിനെ ഓവർകം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഉള്ളിലെ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇതിനു മുമ്പ് നമുക്ക് നെഗറ്റീവ് സ്ട്രോക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ എടുത്തങ്ങോട്ട് കളയുക. ഇനി നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ലൈഫിൽ നമ്മുടെ നന്മയ്ക്കുള്ളത്, നമ്മുടെ ആ കോൺഫിഡൻറ്റ് ലെവൽ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അസോസിയേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിന് അതിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക. ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രമേ കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. കോൺഫിഡൻസ് ലെവലിനെ എന്താ പറയുക അടിച്ച് താത്തിക്കളയുന്ന ഒരു അസോസിയേഷനിൽ നമ്മൾ പോയി പെട്ട് നമ്മുടെ ജീവിതം മോശമാക്കുന്ന രീതിയിലേക്ക് പോവാണ്ടിരിക്കുക. നമ്മുടെ ലിമിറ്റേഷൻ നമ്മളാ തീരുമാനിക്കണം. അപ്പൊ അവിടെ ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മൾ കണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ കുറെ കാലമായിട്ട് കയറിയേക്കണതിൻ്റെ ഒക്കെ ബാക്കിയാണ് നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മുടെ തീരുമാനിച്ചു വെച്ചേക്കണം. അപ്പൊ ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെപ്പറ്റി ഒരിക്കൽ മനസ്സിലായാൽ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കില്ലേ, അപ്പൊ എന്റെ പ്രശ്നം എവിടെ? അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഈ ഒരു സെഷൻ കേട്ടു, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്വയം ചിന്തിക്കുക, എന്റെ കോൺഫിഡൻസ് ലെവലിന്റെ താത്തണത് എന്താണ്? എനിക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മയാണ്, അതോ എനിക്ക് പേടിയാണോ, അല്ലെങ്കിൽ എന്നെ ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയ ഇൻസൾട്ട് ആണോ എന്നെ ഇതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത്? അത് നമുക്കൊരു ഉത്തരം കണ്ടു കിട്ടും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും മുമ്പോട്ട് വെക്കുന്ന കാല് എന്തിനാണെന്നുള്ളൊരു പൂർണ്ണ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. എന്നാൽ മാത്രമേ അടുത്ത പടി മുമ്പോട്ട് വെക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവരും നല്ല രീതിയിൽ നല്ലൊരു ക്ലാരിറ്റിയോടുകൂടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് കാണട്ടെ. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അതിൻ്റെതായ കോൺഫിഡൻറ്റോടുകൂടെ മുമ്പോട്ട് പോകാനായിട്ട് എല്ലാവരെയും സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു. ആൻഡ് ദിസ് ഇസ് വിധു ഹരിദാസ് ഫ്രം തൃപ്പൂണിത്തുറ. താങ്ക് യു.